ഒരു നീണ്ട മടുപ്പിക്കുന്ന ദിവസത്തിനൊടുവിൽ അരുൺ തന്റെ ഓഫീസ് കെട്ടിടത്തിലെ പഴയ ലിഫ്റ്റിലേക്ക് കയറി. അവന്റെ തോളുകൾ ഒരു ദിവസത്തെ അർത്ഥമില്ലാത്ത ജോലിയുടെ ഭാരത്താൽ തളർന്നിരുന്നു. കണ്ണാടി പോലുള്ള സ്റ്റീൽ വാതിലുകളിൽ തെളിഞ്ഞ തന്റെ പ്രതിബിംബത്തെ അവൻ നിർവികാരനായി നോക്കി. ഇതായിരുന്നോ ഞാൻ സ്വപ്നം കണ്ട ജീവിതം? അവന്റെ ഉള്ളിൽ ആ ചോദ്യം ഒരിക്കൽ കൂടി മുഴങ്ങി. ലിഫ്റ്റ് പതിയെ താഴേക്ക് നീങ്ങുമ്പോൾ അവന്റെ കണ്ണുകൾ ബട്ടണുകളുടെ പാനലിൽ പതിഞ്ഞു. പതിവ് നമ്പറുകൾക്കിടയിൽ കാലപ്പഴക്കത്താൽ നിറം മങ്ങിയ, ആരും ശ്രദ്ധിക്കാത്ത ഒരു ബട്ടൺ. അതിൽ യെസ് എന്ന അക്ഷരം നേരിയതായി ആരോ കോറിയിട്ട പോലെ കാണാമായിരുന്നു. വർഷങ്ങളായി ഈ ലിഫ്റ്റിൽ യാത്ര ചെയ്തിട്ടും അതെങ്ങനെ തന്റെ കണ്ണിൽ പെടാതെ പോയി എന്നോർത്ത് അവൻ അത്ഭുതപ്പെട്ടു. ഒരു നിമിഷത്തെ കൗതുകം അവന്റെ എല്ലാ സംശയങ്ങളെയും മറികടന്നു. അവൻ ആ രഹസ്യ ബട്ടൺ അമർത്തി. പെട്ടെന്ന് ലിഫ്റ്റ് ഒന്നുലഞ്ഞു നിന്നു. ലൈറ്റുകൾ മിന്നി മറഞ്ഞു. ഒരു വിചിത്രമായ ഹമ്മിങ് ശബ്ദം മുഴങ്ങി. ഡിജിറ്റൽ ഡിസ്പ്ലേയിലെ ഫ്ലോർ നമ്പറുകൾ അപ്രത്യക്ഷമായി. പകരം വർഷങ്ങൾ അതിവേഗം പിന്നോട്ട് പോകുന്നതായി കാണിച്ചു. 2025, 2020, 2015. ലിഫ്റ്റ് താഴേക്കല്ല, കാലത്തിലൂടെ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് അരുൺ ഭയത്തോടെ തിരിച്ചറിഞ്ഞു. ലിഫ്റ്റിന്റെ വാതിൽ തുറന്നപ്പോൾ അരുൺ കണ്ടത് തന്റെ പഴയ കോളേജ് ഓഡിറ്റോറിയത്തിന്റെ പിന്നാമ്പുറമാണ്. സ്റ്റേജിൽ നിന്ന് ഉയർന്നു വരുന്ന ആരവങ്ങൾക്കിടയിൽ അവന്റെ കൗമാരക്കാരനായ രൂപം കയ്യിൽ ഒരു ഗിറ്റാറുമായി പരിഭ്രമിച്ചു നിൽക്കുന്നു. അവന്റെ സുഹൃത്ത് രോഹൻ അവന് തോളിൽ തട്ടി പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ വെറും സമയം കളയലാണ്, ഒരു നല്ല ജോലി വാങ്ങാൻ നോക്ക്, അതാണ് ജീവിതം. ഇന്നത്തെ അരുൺ ആ പഴയ അരുണിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അവനെ ശ്രദ്ധിക്കരുത്, അവൻ മൃദുവായി പറഞ്ഞു. അവന്റെ വാക്കുകൾ അവന്റെ ഭയമാണ്, നിന്റെ സത്യമല്ല, നിന്റെ സംഗീതമാണ് നിന്റെ ശക്തി. സ്റ്റേജിലേക്ക് കയറൂ, നിനക്ക് വേണ്ടി പാടൂ, ജീവിതത്തിൽ ഖേദിക്കാൻ പിന്നീട് ഒരു അവസരം ഉണ്ടാക്കരുത്. ആ നിമിഷം മാഞ്ഞുപോയി. അരുൺ തന്റെ ഓഫീസ് ലിഫ്റ്റിൽ തിരിച്ചെത്തി. ലിഫ്റ്റ് സുഗമമായി താഴത്തെ നിലയിൽ നിന്നു. വാതിൽ തുറന്നപ്പോൾ അവൻ പുറത്തേക്ക് കാലെടുത്തു വെച്ചു. തോളിലെ ഭാരം അപ്രത്യക്ഷമായിരുന്നു. മുഖത്ത് നിരാശയല്ല, മറിച്ച് പുതിയ തീരുമാനത്തിന്റെ ദൃഢനിശ്ചയമായിരുന്നു. അന്ന് രാത്രി അവൻ തന്റെ പൊടി പിടിച്ച ഗിറ്റാർ പുറത്തെടുത്തു. ഒരു രഹസ്യ ബട്ടനെ കുറിച്ചും രണ്ടാമതൊരു അവസരത്തെക്കുറിച്ചും ഉള്ള ഒരു പാട്ടിന്റെ വരികളാണ് അവൻ മൂളിയത്.